ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് കൂടാതെ 7ാം ക്ലാസ് യോഗ്യതയുള്ള പേർക്ക് അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒട്ടനവധി വിജ്ഞാപനങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിനൊപ്പം തന്നെ ഡിസംബർ 31 വിജ്ഞാപനത്തിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. ഒട്ടനവധി എണ്ണം 7ാം ക്ലാസ് പാസ്സായവർക്ക്, 8ാം ക്ലാസ് പാസ്സായവർക്ക്, 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒട്ടനവധി തസ്തികകൾ ഈ ഡിസംബർ 31 വിജ്ഞാപനത്തിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാറ്റിനും ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 36 വയസ്സ് വരെയും, OBCക്ക് 39 വയസ്സ് വരെയും, അതുപോലെ തന്നെ SC/STക്ക് 41 വയസ്സ് വരെയും അപേക്ഷിക്കാം. അത് കൂടാതെ നമുക്കറിയാം ഇതിന്റെ ഒക്കെ കാലാവധി എന്ന് പറയുന്നത് 2023 ഫെബ്രുവരി 1 അർദ്ധരാത്രി 12 മണി വരെയാണ്. അറിഞ്ഞ ഉടനെ നിങ്ങൾക്ക് നിശ്ചിത യോഗ്യത ഉണ്ടെങ്കിൽ വേഗം അപേക്ഷിക്കുക. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ, അതിന്റെ വിശദാംശങ്ങൾ എന്നുള്ളതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിനെ പോലെ ആയിരക്കണക്കിന് തസ്തികകളില്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ എന്തായാലും ഒരു എക്സാമിന് ഇറങ്ങി പുറപ്പെടുക. ഇതിനൊക്കെ പ്രിലിംസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെയിനും ഉണ്ടായിരിക്കും. എല്ലാ പരീക്ഷകളും ഏകദേശം ഈ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ അതേ സ്വഭാവത്തിലുള്ളതും ആയിരിക്കും, അതേ സിലബസുകളൊക്കെ ആവും. അപ്പൊ എന്തായാലും നമ്മളൊന്ന് പരിശ്രമിക്കുകയാണ്. അപ്പൊ യോഗ്യതയുള്ള എല്ലാ തസ്തികകളിലേക്കും നമ്മൾ അയച്ചുകൊണ്ടിരിക്കണം. ഒറ്റ തസ്തികയിലേക്ക് മാറ്റാതില്ലാതെ ഇത്തരം തസ്തികകളിലേക്കൊക്കെ അയച്ചുകൊണ്ടിരിക്കണം. അത് 1 ആണോ 10 ആണോ 100 ആണോ എന്ന് നോക്കണ്ട. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ നിങ്ങൾ അയച്ചിരിക്കുക. മാത്രമല്ല, ഇത്തരം പരീക്ഷകൾ ചെയ്യുന്നത് ഒരേ പ്രിപ്പറേഷനാണ് വേണ്ടത് എല്ലാ പരീക്ഷയ്ക്കും. അപ്പൊ നമ്മുടെ ഒരു അവസരവും നമ്മൾ എന്ത് ചെയ്യരുത്, കളയരുത്. അപ്പൊ ആദ്യം വരുന്നത് കാറ്റഗറി നമ്പർ 597/2022 ആണ്. പെയിന്റർ ആണ്. പേര് കേട്ടിട്ട് പേടിക്കണ്ട. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലാണ്. മുഴുവൻ കേൾക്കുക. 24,400 മുതൽ 55,200 രൂപ വരെയാണ് ശമ്പളം. ഒഴിവുകളുടെ എണ്ണം 3 ആണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. എന്ന് പറഞ്ഞാൽ 2/1/1996 1/1/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. OBC വിഭാഗത്തിന് ഞാൻ പറഞ്ഞു 3 വർഷത്തെ ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെ എഴുതാം? 39 വയസ്സ് വരെയും. SC/ST വിഭാഗത്തിന് 41 വയസ്സ് വരെയും എഴുതാം. പിന്നെ അതുപോലെ ഇതിന് 7ാം ക്ലാസ് വിജയിച്ചാൽ മതി. 7ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. പെയിന്റിങ്ങിൽ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളിപ്പോ ഒരു പെയിന്റിംഗ് പണിക്ക് പോണ ആളാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ പെയിന്റിങ്ങിൽ പ്രാവീണ്യം ഉണ്ടാവാൻ ആ തൊഴിലൊക്കെ കുറച്ച് ദിവസം ചെയ്താൽ അതിൽ പ്രാവീണ്യമായി അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെയിന്റിങ്ങിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അപ്പോ 7ാം ക്ലാസ് ആണ് യോഗ്യത. കാറ്റഗറി നമ്പർ 597/2022 ആണ്. അടുത്തത് കാറ്റഗറി നമ്പർ 598/2022. അടുത്ത കാറ്റഗറി നമ്പർ തന്നെ ലാബ് അറ്റൻഡർ, ഡ്രഗ്സ് കൺട്രോൾ. അതിന്റെ യോഗ്യത SSLCയോ തത്തുല്യ യോഗ്യതയോ മതി. ഒന്നില്ലെങ്കിൽ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ശമ്പളം 23,700 മുതൽ 52,600 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം 13 എന്നാണ്. മോശമല്ലാത്ത ഒഴിവുകളുണ്ട് എന്നർത്ഥം. പ്രായപരിധി 19 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 1/1/2003 ശേഷം ജനിച്ചവർ അപേക്ഷിച്ചാൽ മതി എന്നർത്ഥം. ശ്രദ്ധിക്കുക, അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടുത്തെ പ്രായപരിധി 19 മുതൽ 36 വയസ്സ് വരെയാണ്. ബാക്കി SC/ST OBC വിഭാഗത്തിന് ആ നിയമാനുസൃതമായ ഇളവുണ്ട്. 3 കൊല്ലത്തെയും 5 കൊല്ലത്തെയും ഇളവുണ്ട്. ഉയർന്ന പ്രായപരിധി. അടുത്തത് ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 മെസഞ്ചർ നൈറ്റ് വാച്ച്മാൻ ആണ്. അത് 23,000 മുതൽ 25,000 50,200 സ്കെയിൽ തന്നെ. ഇതിലൊക്കെ തന്നെ HRA ഉണ്ട്, അതുപോലെ തന്നെ DA ഉണ്ട് കേട്ടോ. ഈ ശമ്പളം അല്ല കിട്ടുള്ളൂ. അതായത് 23,000 രൂപയല്ല കിട്ടുള്ളൂ, അതിന് മുകളിൽ കിട്ടും. 27,000 രൂപയ്ക്ക് അടുത്ത് കിട്ടും എന്തായാലും കയ്യിൽ. ഒഴിവുകളുടെ എണ്ണം 13 ആണ്. അവിടെയും ഇതിൽ നൈറ്റ് വാച്ച്മാൻ തസ്തിക ഒഴികെ ബാക്കി എല്ലാവർക്കും അപേക്ഷിക്കാം. പക്ഷെ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്ക് സ്ത്രീകളോ ഭിന്നശേഷിക്കാരോ അപേക്ഷിക്കേണ്ടതില്ല. യോഗ്യതകള് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ബിരുദം പാടില്ല. അപ്പൊ ഓഫീസ് അറ്റൻഡർ, മെസഞ്ചർ, ഇതില് ഒഴിവുകളുടെ എണ്ണം 13 ഉണ്ട്. മോശമല്ലാത്ത ഒഴിവുകളുണ്ട്. ഓക്കെ. കാറ്റഗറി നമ്പർ മാട്രൺ ഗ്രേഡ് 1 സാമൂഹ്യനീതി വനിതാ ശിശുക്ഷേമം. കാറ്റഗറി നമ്പർ 722/2022. ഒഴിവുകളുടെ എണ്ണം 26,500 മുതൽ 60,700
വരെയാണ്, ജില്ലാടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരത്ത് 2, കൊല്ലത്ത് 2, അങ്ങനെ പോകും. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയ്ക്ക് അയക്കാൻ പാടുള്ളൂ. വനിതാ ഉദ്യോഗാർത്ഥികൾ മാത്രം അയച്ചാൽ മതി ഈ മാട്രണിലേക്ക്. ഭിന്നശേഷിക്കാർ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. ഉദ്യോഗാർത്ഥികൾക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. എത്ര ഒഴിവുണ്ട്? അവിടെയുണ്ട് മോശമില്ലാത്ത ഒഴിവ്. എത്ര ഒഴിവുള്ളത്? 13 ഒഴിവുകളുണ്ട്. അല്ല, 13 കൂടുതൽ ഒഴിവുണ്ട്. 2, 2, 4, 2, 6, 8, 9, 10, 13, 12 ഒഴിവുകളുണ്ട്. വിവിധ ജില്ലകളിലായിട്ടാണ്. ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ജില്ലാടിസ്ഥാനത്തിലാണ്. ഇനി കാറ്റഗറി നമ്പർ 723. കാറ്റഗറി നമ്പർ 723 വേണ്ട, അത് തമിഴും മലയാളം അറിയുന്നവരാണ്. തമിഴും മലയാളം അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ കാറ്റഗറി നമ്പർ 723 കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. തമിഴും മലയാളം നിങ്ങൾക്ക് അറിയുമെങ്കിൽ. കാറ്റഗറി നമ്പർ 729 തിയേറ്റർ അസിസ്റ്റന്റ് ആയുർവേദ കോളേജ്. അതും 24,400 മുതൽ 52,200 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിലാണ്. എറണാകുളത്ത് 1, കണ്ണൂർ 1, അങ്ങനെ പോകുന്നു. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി അവിടെ 19-36 ആണ്. അതായത് 1/1/2003 ശേഷം ജനിച്ചവരായിരിക്കണം. ഒരു കാര്യം കൂടിയുണ്ട്, ബാക്കി എല്ലാവർക്കും OBCക്കും SC/STക്കും ഒക്കെ ആ നിയമാനുസൃതമായിട്ടുള്ള ഇളവുണ്ട്. യോഗ്യത SSLC പാസ്സായിരിക്കണം. അത് അഭികാമ്യം തിയേറ്റർ പ്രവൃത്തി പരിചയം. ഒരു തിയേറ്ററിൽ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അത് അഭികാമ്യം. അപ്പൊ അതും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഹൗസ് കീപ്പർ ഫീമെയിൽ, ഹോമിയോപ്പതി മെഡിക്കൽ കോളേജാണ്. അവിടെയും സ്ത്രീകൾക്ക്, ഫീമെയിലിന് മാത്രം അപേക്ഷിച്ചാൽ മതി. ഹൗസ് കീപ്പർ ഫീമെയിൽ ആണ്. അവിടെ ജില്ലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് 1, നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. തിരുവനന്തപുരത്ത് 1 ജില്ലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ളത്. ആവശ്യ യോഗ്യത 8ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. പ്രായപരിധി 35 വയസ്സ് മുതൽ 46 വയസ്സ് വരെ. അതാണ് പ്രായപരിധിയിൽ പ്രത്യേകത. അവിടെ മാത്രം പ്രായപരിധി 35 to 46 ആണ്. അവിടെ എന്താ വെച്ചാൽ 1/1/1976 1/1/1987 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃത വയസ്സിളവുണ്ടാവും. ഒരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. അപ്പോൾ അത് 35 മുതൽ 46 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഹൗസ് കീപ്പർ ഫീമെയിൽ. ഓക്കെ, ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്. ഇത്രയാണ് കാറ്റഗറികൾ. ഇപ്പൊ കുറച്ച് കാറ്റഗറികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാറ്റഗറികളിലേക്കൊക്കെ നിങ്ങൾക്ക് ആ യോഗ്യത ഉള്ളതിലേക്കൊക്കെ അപേക്ഷിക്കുക. ഏതെങ്കിലും ഒന്ന് മാറ്റി വെക്കേണ്ടതില്ല. നമ്മൾ ഒന്നിനെ ഇറങ്ങിയിരിക്കുക. പോണ വഴിക്ക് ഒരു വഴിവെള്ളം എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് കിട്ടുകയാണ്? ചില അവസരങ്ങൾ കൂടി കിട്ടുകയാണ്. 2023 നിങ്ങളെ കാത്തിരിക്കുക. സർക്കാർ ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ ഒരു മാന്ത്രിക ചെപ്പുമായി ഇനി നിങ്ങളൊന്നും ഒരുങ്ങുകയേ വേണ്ടൂ. നിങ്ങൾ റെഡിയാണെന്ന് എനിക്കറിയാം. നമ്മളും റെഡിയാണ്. നിരന്തരം നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുക. LGSന് വേണ്ടിയുള്ള, പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടിയുള്ള, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയുള്ള ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.